തുപ്രയിലാണ് കടുവ കൂട്ടിലായിരിക്കുന്നത്. ദീപക്, ഇനിയിപ്പോൾ അടുത്ത വനംവകുപ്പിന്റെ നടപടികൾ എന്തായിരിക്കും? കടുവയെ എങ്ങോട്ടായിരിക്കും എത്തിക്കുക? വയനാട് പുൽപ്പള്ളിയിൽ ഭീതി പരത്തിയ കടുവ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു. 10 ദിവസത്തോളമായി വനംവകുപ്പ് നടത്തിയ തിരച്ചിലിനൊടുവിൽ തുപ്രയിൽ വെച്ച് കടുവ കൂട്ടിലായിരിക്കുന്നു. നേരത്തെ 7:20 കടുവ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ, അങ്കനവാടിക്ക് സമീപം വെച്ച് കടന്നു പോകുന്ന ദൃശ്യങ്ങളടക്കം ലഭ്യമായിരുന്നു. ദീപക് മോഹനുടെ വിശദാംശങ്ങളുമായി. ദീപക്, കടുവയൊടുവിൽ പിടിയിലായിരിക്കുന്നു, അതിന്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കടുവയെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോവുക? തുളസി, നിലവിൽ കടുവയെ പ്രാഥമികമായ കടുവയുടെ ആരോഗ്യനില പരിശോധിക്കുന്നതിനായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ വെറ്റിനറി ടീം ഇവിടെ സജ്ജമാണ്. നേരത്തെ തന്നെ വനംവകുപ്പിന് സംശയമുണ്ടായിരുന്നു. ഇത്തരത്തിൽ സ്വാഭാവികമായി വേട്ടയാടി ഇര തേടാനുള്ള ശേഷി നഷ്ടപ്പെട്ട മൃഗമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ജനവാസ മേഖലകളിലുള്ള കൃഷിയിടത്തിലൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന പശുവിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് കടുവ ഈ മേഖലകൾ തന്നെ കേന്ദ്രീകരിച്ചുണ്ട് എന്നുള്ള തോന്നൽ വനംവകുപ്പ് ഈ മേഖലകളിൽ പരിശോധനകൾ സജീവമായിരുന്നു. അതിനിടയിലാണ് കൂട്ടിൽ ഇപ്പോൾ കടുവ കയറിയിട്ടുള്ളത്. ഏതായാലും ഈ പ്രദേശവാസികളുടെ വലിയൊരു ആശങ്കയ്ക്കാണ് ഇപ്പോൾ വിരാമമാകുന്നത്. ഈ കടുവയുടെ സാന്നിധ്യം മൂലം നിരവധി നാളുകളായി കൃഷി മേഖലകൾ തന്നെ ഇത്തരത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിസന്ധികളുണ്ടായിരുന്നു. അതാണിപ്പോൾ മാറിയത്. ഏതായാലും കടുവ കൂട്ടിലായിരിക്കുന്നു. കടുവയെ ഇപ്പോൾ ഉടൻ തന്നെ സുൽത്താൻ ബത്തേരിയിലെ പച്ചാടിയിലുള്ള കടുവ പരിപാലന കേന്ദ്രത്തിലേക്ക് ആദ്യം മാറ്റും. പിന്നീട് ആരോഗ്യ അവസ്ഥകൾ പരിഗണിച്ച് പിന്നീട് വനംവകുപ്പിന്റെ ഏത് കേന്ദ്രത്തിലേക്കാണ് മാറ്റും എന്നതിനെ പറ്റി അറിയിക്കും എന്നാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ഏതായാലും വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കടുവയെ കൂടടക്കം ഇവിടെ നിന്ന് ആദ്യം പച്ചാടിയിലെ സുൽത്താൻ ബത്തേരിയിലെ വനംവകുപ്പിന്റെ കടുവ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. തുളസി, തീർച്ചയായിട്ടും വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഭീതി വിരിച്ച കടുവയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ കൂട്ടിലായിരിക്കുന്നത്. തുപ്രയ്ക്കടുത്ത് സ്ഥാപിച്ച വനംവകുപ്പിന്റെ കൂട്ടിലാണ് ഒടുവിൽ കടുവയെ പിടികൂടിയിരിക്കുന്നത്. കടുവ ഇപ്പോൾ കൂട്ടിലാണ്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നു. 10 ദിവസത്തോളം ഭീതി പടർത്തിയ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. പ്രദേശത്തെ ആടുകളെ വ്യാപകമായി ആക്രമിക്കുകയും കൊന്നു തിന്നുകയും ഉൾപ്പെടെ ചെയ്ത കടുവയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. വനംവകുപ്പിന്റെ വിശദമായ തിരച്ചിൽ തന്നെ, ഊർജിതമായ തിരച്ചിൽ തന്നെയായിരുന്നു കഴിഞ്ഞ 10 ദിവസമായി നടന്നുകൊണ്ടിരുന്നത്. ഡ്രോൺ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു തിരച്ചിൽ നടത്തിയത്. വനംവകുപ്പിനെതിരെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ കടുവ കൂട്ടിലായിരിക്കുന്നു. നേരത്തെ കടുവ കടന്നുപോകുന്ന CCTV ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ചിരുന്നു. വാഹനത്തിന് മുന്നിലൂടെ കടുവ പോകുന്ന ദൃശ്യങ്ങളടക്കം നേരത്തെ തുപ്ര അങ്കണവാടിക്ക് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും കടുവ കൂട്ടിലായിരിക്കുന്നു. ദീപക് മോഹനുടെ വിശദാംശങ്ങളുമായി. ദീപക്, ഏതായാലും വലിയൊരു ആശ്വാസം തന്നെയാണ് വയനാട്ടുകാർക്ക്, പ്രത്യേകിച്ച് പുൽപ്പള്ളിക്കാർക്ക്. ഇപ്പോൾ കടുവ കൂട്ടിലായിരിക്കുന്നു. ഇനി അടുത്ത വനംവകുപ്പിന്റെ നടപടികൾ എന്തെല്ലാമായിരിക്കും? കടുവയെ പരിശോധിക്കുന്നത് ഉൾപ്പെടെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ അവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? തുളസി, നിലവിൽ ഈ കൂട്ടിൽ തന്നെയാണ് കടുവയുള്ളത്. ഈ കൂടടക്കമാണ് ഇനി കടുവയെ പ്രാഥമിക പരിശോധനകൾ നടത്തുന്നതിന് മുന്നോടിയായി വനംവകുപ്പ് ഈ കടുവ പരിപാലന കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ മൃഗപരിപാലന കേന്ദ്രത്തിലേക്കോ മാറ്റാനായി തീരുമാനിച്ചിട്ടുള്ളത്. ഈ ശാരീരിക അവശതകളുള്ള കടുവയാണ് ഇതെന്ന് വനംവകുപ്പിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും ഈ കടുവയ്ക്ക് ഇപ്പോഴും വേട്ടയാടി ഇരയെ പിടിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടില്ല. അത്തരത്തിൽ ജനവാസ മേഖലകളിൽ ഈ കടുവ രാത്രികാലങ്ങളിലാണ് കൂടുതലും ഈ കൂടുകൾക്ക് സമീപവും അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെ കേന്ദ്രീകരിച്ചൊക്കെ വേട്ടയാടുന്നതൊക്കെ ഉണ്ടായിരുന്നത്. ഏതായാലും പ്രദേശവാസികൾ വലിയ ആശങ്കയിൽ തന്നെയായിരുന്നു. കാരണം നിരവധി തവണ കൂടുകൾ വെച്ചിട്ട് പോലും കൂട്ടിൽ കയറാതിരിക്കുന്ന കടുവയാണ് ഒടുവിൽ കൂട്ടിലായിരിക്കുന്നത്. നാടിന് വലിയൊരു ആശ്വാസം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കൃഷിയിടങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ രാത്രി മേഖലകളിലെ സഞ്ചാരത്തിനായിക്കോട്ടെ ഈ
നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലായിരുന്നു. കാരണം 10 ദിവസത്തോളമായി ഈ മേഖലയിൽ കടുവയുണ്ട്. ഒന്നര ഇടവിട്ട ദിവസങ്ങളിൽ കടുവ ഓരോ വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നു. കർഷകർ ദുരിതത്തിലായിരിക്കുന്നു. അതോടൊപ്പം പ്രദേശവാസികൾ ആശങ്കയിലായിരുന്നു. ആ ആശങ്കയ്ക്കും ഈ പ്രതിസന്ധിക്കുമെല്ലാമാണ് ഇപ്പോഴൊരു പരിഹാരം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വനം വകുപ്പിന്റെ ഈ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൂട് ഇനി ഇവിടെ നിന്ന് എളുപ്പത്തിൽ വാഹനത്തിൽ കയറ്റി, കൂടടക്കം വാഹനത്തിൽ കയറ്റി അത് ബത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരും. അതിന് മുൻപ് ഏതായാലും വെറ്റിനറി സർജൻ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം, ഒപ്പം വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസ് അടക്കമുള്ള സംഘം കടുവയെ പ്രാഥമികമായി പരിശോധിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുൽപ്പള്ളി അമരക്കുനിയെ വിറപ്പിച്ച കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ തുപ്രയ്ക്കടുത്ത് വെച്ചാണ് കടുവ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. 10 ദിവസത്തിനിടെ 5 ആടുകളെയാണ് കടുവ ആക്രമിച്ചത്. നിരവധി ആടുകളെ കൊലപ്പെടുത്തി. ദേവർഗദ്ദ, തുപ്ര, ഊട്ടിക്കവല എന്നീ മേഖലകളിൽ 7 ദിവസമായി കടുവയ്ക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഒടുവിൽ ഇപ്പോൾ തുപ്രയിൽ വെച്ച് കടുവ വനംവകുപ്പിന്റെ കൂട്ടിലായിരിക്കുന്നു. സാനിയോ മനോമിയുണ്ട് വിശദാംശങ്ങളുമായി. സാനിയോ, വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം തന്നെയാണ് പ്രദേശവാസികൾക്ക്. കടുവ ഒടുവിൽ 10 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ കടുവ കൂട്ടിലായിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത നടപടിക്രമങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെയായിരിക്കും? അതായത് കടുവ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു. അതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് വെറ്റിനറി സർജൻ അടക്കമുള്ള ആളുകൾ കടുവയെ പരിശോധിക്കും. അതിനുശേഷം ബത്തേരിയിലുള്ള കടുവ പരിപാലന കേന്ദ്രത്തിലേക്കായിരിക്കും കടുവയെ മാറ്റുക. അവിടെ ഇപ്പോൾ ഈ കടുവയെയും കൂടി ഉൾക്കൊള്ളാനുള്ള സ്ഥലമുണ്ട് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ട സാഹചര്യം നിലവിലില്ല. കടുവ അവശനാണെന്നാണ് നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞിരുന്നത്. കാരണം കടുവയ്ക്ക് വേട്ടയാടി പിടിക്കാനുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ട് തന്നെ നാട്ടിലേക്ക് ഇറങ്ങി മൃഗങ്ങളെ ഭക്ഷിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. 5 ആടുകളെയൊക്കെ ഇതിനകം തന്നെ കടുവ പിടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ